ഇത് മാറണോ? ഇങ്ങനെ ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കാരണം തരട്ടെ. ഗുജറാത്തിലെ കുട്ടികളുടെ പോഷക പരിമിതിയാണ് ആ കാരണം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 30 ജില്ലകളിലായി 2,57,269 കുട്ടികളാണ് പോഷകാഹാര കുറവിന് ഇരകളായിരിക്കുന്നത്. അതായത് ഓരോ 100 പേരിലും 40 കുട്ടികളാണ് കൃത്യമായ പോഷകാഹാരം ഇല്ലാതെ ഗുജറാത്തിൽ നരകിക്കുന്നത്. ഈ ഗുജറാത്തിനെ കഴിഞ്ഞ 28 കൊല്ലമായിട്ട് ഭരിക്കുന്നത് ആരാണ്? മോദിയുടെ BJP. വളർച്ചാ മുരടിപ്പ് നേരിടുന്ന 32.7% കുട്ടികളാണ് ഈ ഗുജറാത്തിൽ മാത്രമുള്ളത്. ഗുജറാത്ത് മാത്രമല്ല ഇക്കാര്യത്തിൽ പിന്നിലുള്ളത്. ഏറ്റവും മോശം അവസ്ഥയിലുള്ളത് ഉത്തർപ്രദേശാണ്. 48.8%. ജാർഖണ്ഡ്, ആസം, ബീഹാർ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും 42%-ലധികം കുട്ടികൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഭൂരിഭാഗവും ഈ പട്ടികയിലുണ്ടെന്ന് കാണാം. ഈ കുട്ടികളിലെ പോഷകാഹാര കുറവിനെ പരിഹരിക്കാൻ BJPയുടെ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്നത്. നിലത്തിരുത്തിയും ഓക്സിജൻ നൽകാതെയും കുഞ്ഞുങ്ങളെ കൊന്നതിനു പിന്നാലെ BJPക്കുള്ള അടുത്ത പൊന്തൂവൽ. അപ്പോഴാണ് ഞങ്ങൾക്ക് 5 വർഷം തരൂ, കേരളം നന്നാക്കാമെന്ന് പറഞ്ഞ് മോദി വന്നിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലായ്മ. 10 മാസം സ്നേഹിച്ചും കാത്തിരുന്നും പൊന്നുപോലൊരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ നാളെ അവരെ BJP സ്പോൺസർ ചെയ്യുന്ന ഒരു വിധിക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാണോ? സ്വന്തം സംസ്ഥാനത്തോട് തോന്നാത്ത എന്ത് സ്നേഹമുണ്ടാകും ഇവർക്ക് നമ്മളോട്? എല്ലുന്തിയ, ശരീരം ശോഷിച്ച, കണ്ണുകൾ കുഴിഞ്ഞ സങ്കട രൂപങ്ങളായി നമ്മുടെ കുട്ടികൾ മാറണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇലക്ഷൻ അടുക്കുമ്പോൾ കള്ള സ്നേഹവും കാണിച്ചു വരുന്നതാണ് BJPക്കാർ.